ഒന്നും അല്ലാതിരുന്ന സമയത്ത് കാലിക്കറ്റ് ബീച്ചിൽ റേസിംഗ് ഒക്കെ നടത്തിയ സമയത്ത് നാട്ടുകാരാൽ ചെറിയ രീതിയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ട സമയം, ഇന്ന് സ്വന്തമായിട്ട് അതേ നഗരത്തിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇവന്റ് കൊണ്ടുവരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ പ്രൗഡാണ് സത്യത്തിൽ. റേസിംഗ് നടത്തായിരുന്നില്ല, ഇപ്പോൾ കാണുന്ന കോഴിക്കോട് ബീച്ചൊന്നും അല്ലല്ലോ, അന്ന് ഇത്ര തിരക്കില്ലാത്ത ബീച്ചാണ്. വേറെ പ്രൈവറ്റ് സ്പോട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബീച്ചിലാണ് പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. സ്റ്റണ്ട് റൈഡിങ്ങിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഞായറാഴ്ചകളിൽ പിന്നെ നമ്മൾ വൈകുന്നേരം ബീച്ചിലേക്ക് ഒരു ഗ്രൂപ്പായിട്ട് 2 സ്ട്രോക്ക് ബൈക്കിൽ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീലിംഗ് ആണ് നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ വീലിംഗ് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട് പിന്നീട് മാസങ്ങൾ കഴിയുമ്പോൾ ആളുകളുടെ എണ്ണം കൂടി വന്നു. അങ്ങനെ സത്യത്തിൽ ഞായറാഴ്ചകളിൽ നമ്മൾ ആദമിന്റെ ചായക്കട റോഡ് അവിടെ ഫുള്ളായിട്ട് ആളുകൾ നിൽക്കുന്ന ഒരു സമയമുണ്ട്. 10th വെക്കേഷൻ കഴിഞ്ഞ് പാസ്സായ ഉടനെ തന്നെ ബൈക്ക് വാങ്ങിയിട്ടുണ്ട് 2 സ്ട്രോക്ക്. അപ്പോൾ അങ്ങനെ ബീച്ചിൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആളുകൾ ഭയങ്കര ക്രൗഡ് കൂടാൻ തുടങ്ങി. പക്ഷേ ഇതിന്റെ ഒരു ഒറ്റ റിസ്ക് എന്ന് പറയുമ്പോൾ വീണാൽ അവിടെ ഇട്ട് തല്ല എന്നുള്ളൊരു സീനും കൂടെ ബീച്ചിലുണ്ട്. ഈ കൈ അടിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ വന്ന് അടിക്കുകയും ചെയ്യാം. പക്ഷെ മറക്കാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ വീലേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ബീച്ചിൽ ഓരോ ലൈറ്റിന്റെ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകൾ എത്രണ്ണം കവർ ചെയ്തെന്നുള്ളതാണ്. അങ്ങനെ ബീച്ച് ഫുള്ളായിട്ട് വീൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ബീച്ച് ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വളച്ച് വീൽ ചെയ്ത് മമ്മാസ് ആൻഡ് പപ്പാസിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബീച്ച് ഹോട്ടലിന്റെ അവിടെ ലാൻഡ് ചെയ്ത് നമ്മൾ കോർണർ ചെയ്ത് അടുത്ത വീൽ ചെയ്യുമ്പോഴേക്ക് കുറച്ച് ആളുകളെല്ലാം കൂടെ വീഡിയോ വെച്ച് അടിക്കുകയാണ് ചെയ്തത്. റിയലൈസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ റോങ് ആയിരുന്നു എന്നുള്ളതാണ്.